നമ്മളിൽ പലർക്കുമുള്ള ഒരു പ്രവണതയാണ് എന്തൊക്കെ ചെയ്താലും പറഞ്ഞാലും മനസ്സൊരു കാരണവുമില്ലാതെ ശാന്തമാകാതെ ഇരിക്കുന്നു എന്നുള്ളത്. വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും വല്ലാത്ത മാനസിക അസ്വസ്ഥത തോന്നുന്ന ഒരു സിറ്റുവേഷൻ. പോരെങ്കിൽ ഒരു വസ്തു എടുത്താൽ എടുത്തെടുത്ത് തന്നെ വെച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ എടുത്തെടുത്ത് വെച്ചാൽ തന്നെ ഏതെങ്കിലും തരത്തിൽ പൊസിഷനിൽ ചേഞ്ച് വന്നാൽ കൂടി അത് സംഭവിച്ചു കഴിഞ്ഞ് മണിക്കൂറുകളോളം കടന്നു പോയാലും അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്ന അവസ്ഥ. അല്ലെങ്കിൽ എത്ര വൃത്തിയായി ചെയ്യുന്ന കാര്യമായാലും വൃത്തി പോരാ എന്നുള്ള തോന്നൽ, തുടർച്ചയായ ക്ലീനിങ്, തുടർച്ചയായുള്ള ദേഷ്യം എല്ലാം തന്നെ ഇതൊരു തരത്തിലുള്ള മാനസിക വൈകല്യം തന്നെ ആകുന്നു. ഇതിനെ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുന്നു, അഥവാ OCD എന്ന് വിളിക്കുന്നു. ഈ മാനസിക ആരോഗ്യ പ്രശ്നത്തെ നമ്മുടെ മലയാളത്തിൽ ആവർത്തന ചിന്താ പ്രവർത്തന വ്യാധി എന്ന് വിളിക്കുന്നു. OCD എന്ന പദം രൂപം കൊണ്ടത് ലാറ്റിൻ ലാംഗ്വേജിൽ ആകുന്നു. ഒബ്സിഡർ എന്നാൽ മനസ്സ് പിടിച്ചടക്കുക എന്നാണ് അർത്ഥം. കോമ്പല്ലർ എന്നാൽ ബലമായി നിർബന്ധിക്കുക എന്നും അർത്ഥമാകുന്നു. കൂടാതെ ഡിസോർഡർ എന്നാൽ ക്രമം തെറ്റിയ രീതി എന്നും പറയാം. മനസ്സിനെ പിടിച്ചടക്കി ബലമായി നിർബന്ധിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ബ്രെയിൻ എത്തിച്ചേരുന്നു. ആ പിടിച്ചടക്കലിൽ അനുസരിച്ച് കൊണ്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതി. ഈ പറഞ്ഞതിന് ഉദാഹരണം, കൈകൾ വീണ്ടും വീണ്ടും കഴുകുക, എവിടെയെങ്കിലും പോയ ശേഷം ഗ്യാസ് പൂട്ടിയോ എന്നുള്ള ആകുലത, ഉറങ്ങാൻ കിടന്ന ശേഷം വാതിലടച്ചോ ലോക്ക് ചെയ്തോ എന്നൊരു ഉത്കണ്ഠ, അതിനെ തുടർന്ന് പോയി ചെക്ക് ചെയ്താലും വീണ്ടും വീണ്ടും ആ ചിന്ത ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നു. ഈ ഒരു മാനസിക രോഗം അഥവാ മാനസിക അവസ്ഥ വരുവാനുള്ള പ്രധാനമായുള്ള കാരണങ്ങൾ 5 ആകുന്നു. അതിൽ ഒന്നാമതായി പറയുന്നത് തലച്ചോറിൻ്റെ രാസവസ്തു മാറ്റങ്ങൾ ആകുന്നു. തലച്ചോറിൽ സെറോട്ടോണിൻ എന്ന രാസവസ്തുവിൻ്റെ അസന്തുലിതാവസ്ഥ OCDയുമായി ബന്ധപ്പെട്ടതായി ഗവേഷണങ്ങൾ പറയുന്നു. ഇത് ചിന്തകളും വികാരങ്ങളും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. രണ്ടാമതായി പാരമ്പര്യം അഥവാ ജെനറ്റിക്സ്. കുടുംബത്തിൽ ആർക്കെങ്കിലും OCD അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടായാൽ മറ്റുള്ളവർക്കും വരുവാനുള്ള സാധ്യത ഉണ്ട്. മൂന്നാമതായി സ്ട്രെസ്, വലിയ ജീവിതമാറ്റങ്ങൾ, പഠന സമ്മർദ്ദം, റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങൾ, ഭയം അല്ലെങ്കിൽ ട്രോമ എന്നിവയാലും OCD ഉണ്ടാവാൻ കാരണമാകുന്നു. നാലാമതായി വ്യക്തി സ്വഭാവം, അധികമായി കൃത്യത, ശുചിത്വം എല്ലാം പൂർണ്ണമായിരിക്കണമെന്ന സ്വഭാവം. അങ്ങനെയുള്ളവർക്ക് OCD വരുവാൻ സാധ്യത കൂടുതലായിരിക്കും. ഇനി 5ാമത്തെ കാരണം ബാല്യകാല അനുഭവങ്ങൾ ആകുന്നു. അതായത് കഠിനമായ നിയന്ത്രണം, ഭയം, ശിക്ഷകൾ എന്നിവയും ചിലപ്പോൾ സ്വാധീനം ചെലുത്താം. എങ്ങനെയാകുന്നു ഓരോ മനുഷ്യരിലും ഈ ഒരു രോഗം അഥവാ ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്? 99% വരുന്ന മനുഷ്യരിലും ഈ ഒരു അവസ്ഥ തുടക്കത്തിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വലിയൊരു വിപത്തിലേക്കായിരിക്കും ചെന്നെത്തുക ആ വ്യക്തി. ഡിപ്രഷൻ, പാനിക് അറ്റാക്ക് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുവാൻ വഴിതെളിക്കുകയും ചെയ്യും. മാത്രമല്ല പഠനം, ജോലി, ബന്ധങ്ങൾ എന്നിവയെ എല്ലാം ഇത് ബാധിക്കുകയും ചെയ്യും എന്ന് പഠനങ്ങൾ പറയുന്നു. ഇന്ന് കേരളത്തിൽ നടക്കുന്ന പകുതിയിലധികം വരുന്ന ഡിവോഴ്സ് കേസുകളും ഉണ്ടായത് ഈ ഒരു അവസ്ഥയുമായി ബന്ധപ്പെട്ട ആളുകളാകുന്നു എന്ന് കണക്കുകൾ പറയുന്നു. മാത്രമല്ല ആത്മഹത്യ, കൊലപാതകങ്ങൾ എന്നിവയെല്ലാം നടക്കുന്നതിൻ്റെ കാരണം പകുതിയോ പകുതിയിലധികമോ കാരണം ഈ രോഗം തന്നെ ആകുന്നു എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ചികിത്സയിലൂടെ ഈ രോഗത്തിന് നിയന്ത്രണം പൂർണ്ണമായും നിയന്ത്രിക്കുക. പൊതുവായി OCD ഉള്ള ആളുകളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു: വാഷേഴ്സ്, കൗണ്ടേഴ്സ് ആൻഡ് അറേഞ്ചേഴ്സ് ആൻഡ് ഡൗട്ടേഴ്സ്. വാഷേഴ്സ് എന്നാൽ സ്വയം നീറ്റായിരിക്കുവാൻ ശ്രമിക്കുന്നവർ, അതായത് എപ്പോഴും കൈ കഴുകുക, കുളിക്കുക, അല്ലെങ്കിൽ അസുഖം ബാധിക്കുമോ എന്നുള്ള ചിന്തയുള്ളവർ. 1 മണിക്കൂറിൽ തന്നെ 3-3ലധികമോ തവണ കുളിക്കുകയോ അല്ലെങ്കിൽ കൈ കഴുകുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നവർ. കൗണ്ടേഴ്സ് ആൻഡ് അറേഞ്ചേഴ്സ്, അവർ എണ്ണിയതോ തിട്ടപ്പെടുത്തിയതോ ആയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടാതെ മുറിക്കുള്ളിൽ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ച ശേഷം അതിന് യാതൊരു കോട്ടവും വരുത്താതെ അതേ രീതിയിൽ തന്നെ വെക്കുവാൻ ശ്രമിക്കുന്നു. ആ അറേഞ്ച്മെന്റ്സ് അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാൽ അസ്വസ്ഥരാകും അവർ. ഇനി ലാസ്റ്റ് പറഞ്ഞ കൂട്ടർ,
അവർ എപ്പോഴും സംശയവും ഞാൻ അത് ചെയ്തത് ശരിയായോ, ഇത് ചെയ്തത് ശരിയായോ എന്ന് ചിന്തിച്ചിരിക്കുന്നവർ ആകുന്നു. കൗൺസിലിംഗ്, CBT, അതായത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, അതിലൂടെ ഈ ഒരു അവസ്ഥയെ പരിഹരിക്കാം. കൂടാതെ ആവശ്യമായാൽ മരുന്നുകൾ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായത്തോടുകൂടി ഈ രോഗത്തെ അല്ലെങ്കിൽ ഈ ഒരു മാനസികാവസ്ഥയെ പൂർണ്ണമായും ഭേദമാക്കുവാൻ സാധിക്കും. സാധാരണ ജീവിതത്തിലുള്ളവരെ പോലെ തന്നെ ജീവിതം ചിട്ടപ്പെടുത്തുവാനും കഴിയും.